ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത് കൊടൈക്കനാലിലാണ് കേട്ടോ. അതിനായിട്ട് എല്ലാവരും ട്രിവാൻഡ്രത്ത് നിന്ന് മധുരയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ട്രാവലർ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ കൊടൈക്കനാലിലേക്ക് പോകുന്നത്. സോ എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. മധുര തൊട്ട് തുടങ്ങിയ ഉറക്കമാണ് കേട്ടോ. ഈ കൊടൈക്കനാല് ചുരം കയറിയപ്പോ ആ മഞ്ഞും തണുപ്പും പിന്നെ ഈ നമ്മുടെ ചക്കരയുടെ അലപ്പും കാരണം എല്ലാരും അങ്ങ് ഉണർന്നു. കൊടൈക്കനാൽ ഡാം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഗായ്സ് ഡാം. കേരളത്തിലെ ഡാം പോലെയല്ല, ഇത് വലിയ വെള്ളമാണ് ഗായ്സ്. വെള്ളം എന്ന് പറഞ്ഞാൽ ഇറങ്ങിയ നനയണ രീതിയിലുള്ള വെള്ളം ഗായ്സ്. നോക്കൂ ഗായ്സ്, നമ്മുടെ ആൾക്കാരെ നോക്കൂ ഗായ്സ്, എല്ലാവരും ടയർഡാണ് ഗായ്സ്. ആനന്ദ് ഹായ് പറ, എല്ലാരും ഹായ് പറയൂ, എല്ലാരും ഹായ് പറയൂ, ഹായ് പറയൂ. ആ സർപ്പം പൊങ്ങി. നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ കാണുമല്ലോ എല്ലാരും എന്റർടൈൻ ചെയ്യുന്ന ഒരാള്. സത്യമായിട്ട് നിങ്ങൾ അങ്ങനെയൊന്നും കരുതരുത്, ഇവനെ ഓക്കാനിക്കാൻ മുട്ടിയിട്ടിടം തുള്ളുന്നതാണ്. അങ്ങനെ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പൊക്കോണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ കല്ലിന്റെ വക വാളും പരിചയം. സമാധാനമായിട്ട് ഛർദ്ദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കല്ലൊരു ഇടം കണ്ടെത്തിയിട്ടുണ്ട്. സീരിയസ്ലി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ മോഷൻ സിക്നസ്, ഈ വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഈ ടൂർ പോകുമ്പോഴൊക്കെ ഉണ്ടാവാറുണ്ടോ? എനിക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ ഇരുന്നും കിടന്നും ഈ അത്യാസന്ന നിലകളൊക്കെ തരണം ചെയ്ത് ഞങ്ങളുടെ ഹോട്ടലിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഹോട്ടൽ കോടെ ഇന്റർനാഷണൽ ആണ്. സോ ആദ്യം തന്നെ അവിടെ നമുക്ക് ഒരു നല്ലൊരു ടെമ്പിൾ കാണാൻ പറ്റും കേട്ടോ. സോറി ഗൈസ്, ഇത് ടെമ്പിൾ അല്ല, നമ്മുടെ കൂടെ വന്ന ടീംസ് ആണ്. എന്തോ പറ്റിയിട്ടുണ്ട് ചോദിക്കാം. കൊടൈക്കനാൽ എങ്ങനെയുണ്ട്? ബൈ ദ ബൈ, ഞാൻ പറഞ്ഞ ടെമ്പിൾ ഇതാണ്. സോ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളെ ന്യൂ ഇയറിന് വരുന്ന ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് നല്ല വൈബാണ്. 2026 വൈബ് എന്നാണ് ഇതിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഭയങ്കര തണുപ്പാണ് കേട്ടോ. അതായത് നമ്മുടെ ചുരം കയറി വരുന്നതും മല കയറി വരുന്നതിനേക്കാളും അധികം തണുപ്പുള്ള ഒരു പ്ലേസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഹെറിറ്റേജ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഭയങ്കര അതിഭയങ്കരമായ അതികഠിനമായ തണുപ്പാണ്. കാല് പോലും തറയിൽ വെക്കാൻ പറ്റാത്ത ഈ കൊടും തണുപ്പത്ത് കുറച്ച് തിരുവനന്തപുരംകാരി നാട് മുഴുവൻ ചുറ്റൊരു കഥയുണ്ട്, ഒരു വല്ലാത്ത കഥ. അതിന് അടുത്ത വീഡിയോയില്. ബൈ.